ലോൺലിനെസ്സിൻ്റെ ആസ്പെക്റ്റ് മാത്രം എടുത്തല്ല നമ്മൾ വർക്ക് ചെയ്യുക. ഈ സോഷ്യൽ ആങ്സൈറ്റിയിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനൊന്നും ആരുമില്ല. പക്ഷെ മീനിങ് രിലേഷൻഷിപ്സ് ഇല്ല, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അവർ എക്സസീവ്ലി ലോൺലി ആയിട്ട് തോന്നുന്നു. മറ്റത് നമ്മൾ കോളേജിൽ പോകണോ സ്കൂളിൽ പോകണോ ഡെയിലി ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അഡൽട്ട് ലൈഫിലേക്ക് വരുമ്പോൾ കുറേ കൂടെ നമ്മുടെ ഇന്നത്തെ കാലത്ത് വളരെ ഫ്രീക്വന്റ് ആയിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങാം. ബേസിക്കലി ഓവർ തിങ്കിങ്, ഫിയർ ഓഫ് ഫെയിലിയർ, ലോൺലിനെസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് ഇലാബറേറ്റ് ചെയ്യാമോ ഇതിനെ കുറിച്ചൊക്കെ? ഓൾമോസ്റ്റ് എനിക്ക് പറഞ്ഞു എല്ലാവരിലും എന്നുള്ള പോലെ തന്നെ ലൈക്ക് നമ്മൾ ആരും അതിൽ ലെസ് വൾണറബിൾ എന്നുള്ള പോലെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും അതിൽ പ്രോൺ ആയിട്ടുള്ള ആൾക്കാരാണ് ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ ലോൺലിനെസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതൊരു നെക്സ്റ്റ് ലെവൽ ഓഫ് പാൻഡമിക് പോലെ വരാൻ ചാൻസ് ഉള്ളൊരു കാര്യമാണ്. ബിക്കോസ് ഇപ്പോൾ ഒരു ന്യൂക്ലിയർ ഫാമിലീസ് എന്നുള്ളതായിരിക്കാം, അല്ലെങ്കിൽ മോർ ഗാഡ്ജറ്റ് യൂസിൻ്റെ ആയിരിക്കാം. അങ്ങനെ പല ഒരു എൻ നമ്പർ ഓഫ് വൾണറബിലിറ്റീസ് ആണ് അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ലോൺലിനെസ്സിൽ ഇപ്പോൾ ഞാൻ കൂടുതൽ കാണുമ്പോൾ അതിൽ പല രീതിയിലുള്ള പ്രസൻറ്റേഷൻസ് ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ലോൺലിനെസ് എന്ന് പറയുമ്പോൾ അതൊരു സിംറ്റം പോലെ വരുന്നതാണല്ലോ. ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട്, എനിക്ക് ഒറ്റയ്ക്കാവുന്ന പോലെ തോന്നുന്നു, എനിക്ക് ആരും ഇല്ലാത്ത പോലെ തോന്നുന്നു എന്നുള്ളൊരു ഫീലിംഗ് ആണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ഒരു ലോ മൂഡോ ഒരു ഡിപ്രസീവ് സിംറ്റംസ് കാരണം നമുക്ക് അങ്ങനെ തോന്നാം. കാരണം ജനറലി എനിക്ക് കാര്യങ്ങളിലൊരു താല്പര്യക്കുറവുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻട്രസ്റ്റ് കുറവാണ് എന്നുള്ള പോലെ വരുമ്പം നമുക്ക് നാച്ചുറലി ലോൺലി ആയിട്ട് തോന്നാം. അപ്പോൾ അത് ആ ഡിപ്രസീവ് സിംറ്റംസിൻ്റെ ഭാഗമായിട്ട്, കാരണം അവർക്കൊരു താല്പര്യമില്ല മറ്റുള്ളവരായിട്ട് സംസാരിക്കാനും ഇടപഴകാനും, അതിലൊരു പ്ലെഷർ തോന്നുന്നില്ല, അതിനുള്ളൊരു എന്താ പറയുക ഇനീഷ്യേറ്റീവ് എടുക്കാൻ എഫേർട്ട് എടുക്കാൻ പറ്റുന്നില്ല. പക്ഷെ എന്നാൽ അവർക്ക് ഒറ്റയ്ക്കാവുന്നു എന്നുള്ളൊരു ഫീലിംഗും ഉണ്ട്. അപ്പം അങ്ങനെയാണ് പലപ്പോഴും ഒരു ലോ മൂഡിൻ്റെ കാര്യത്തിൽ വരും പ്രസൻറ്റ് ചെയ്യുക. അതല്ലാതെ പിന്നെ ഒരു സോഷ്യൽ ആങ്സൈറ്റി കാരണം വരാം. അപ്പൊ അതിലെങ്ങനെയാന്ന് വെച്ചാൽ അവർക്ക് നല്ലോണം താല്പര്യമുണ്ട്, എനിക്ക് ഒരുപാട് ആൾക്കാരായിട്ട് ഇടപഴകണം, എനിക്ക് ഫ്രണ്ട്സ് വേണം എന്നുള്ളതുണ്ട്. പക്ഷെ എനിക്ക് എന്താ പറയണ്ടേ, എങ്ങനെയാ മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് ക്രിയേറ്റ് ചെയ്യണ്ടേ, എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളത് അറിയാൻ പറ്റുന്നില്ല. ഇനിഷ്യേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് എന്നാണോ ഉദ്ദേശിക്കുന്നത്? വെരി ഓഫൺ ഇനീഷ്യേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും. ഇപ്പൊ ഗ്രീറ്റിംഗ് നമുക്കത് ഇപ്പൊ നാച്ചുറലി വരുമല്ലോ, ഒരാളെ കാണുമ്പോൾ നമ്മൾ ചിരിക്കണോ, ഐ കോൺടാക്ട് മെയിൻറ്റെയിൻ ചെയ്യണോ, എന്തൊക്കെയാ വിശേഷങ്ങൾ എന്നുള്ളത് വരുന്നു, അങ്ങനെ ഒരു ഫ്ലോയിലാണല്ലോ വരുന്നത്. അപ്പൊ അവർക്ക് പലപ്പോഴും ചിലപ്പോൾ അവർക്ക് എന്താ തോന്നുക, ഞാൻ എന്താ ചോദിക്കുക, എങ്ങനെ അതിൽ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളത്, ഓർ ചിലപ്പോൾ അവരെ പറ്റി തന്നെ കോൺഷ്യസ് ആയിരിക്കും, ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഓക്കെ ആയിരിക്കും എന്നുള്ളതായിരിക്കും. അപ്പോൾ അതെല്ലാം ഒരു സോഷ്യൽ ആങ്സൈറ്റി കാരണം വരുന്നതാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ അത് നാച്ചുറലി അവർക്ക് ലോൺലി ആയിട്ട് തോന്നാം. അതായത് ആൾക്കാർ കൂടെ ഉണ്ട് എങ്കിലും അഗൈൻ ദേ ഫീൽ ലോൺലി. ആൾക്കാർ കൂടെ ഉണ്ട് എന്നുള്ളൊരു കാറ്റഗറി ഉണ്ട്. പക്ഷേ ഈ സോഷ്യൽ ആങ്സൈറ്റിയിൽ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആൾക്കാരുണ്ടാവുമായിരിക്കും, അവരുടെ ഒരു വളരെ ക്ലോസ് സർക്കിൾ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എല്ലാവരും ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല. പക്ഷെ പുതിയ റിലേഷൻഷിപ്സ് ഫോം ചെയ്യാനോ അങ്ങനെയുള്ള കാര്യം, ഇപ്പോൾ ഒരു അഡൽട്ട് ആണെങ്കിൽ അവർക്കിപ്പോൾ മറ്റത് നമ്മൾ കോളേജിൽ പോകണോ സ്കൂളിൽ പോകണോ ഡെയിലി ആൾക്കാരെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഒരു അഡൽട്ട് ലൈഫിലേക്ക് വരുമ്പോൾ കുറേ കൂടെ ഫോമൽ റിലേഷൻഷിപ്സ് ആണല്ലോ. അപ്പോൾ അവർക്ക് ഇപ്പോൾ അപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെ പരിചയപ്പെടാൻ, അല്ലെങ്കിൽ പുതിയ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ അവരായിട്ടൊരു ക്ലോസ് ആവാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇനീഷ്യേറ്റ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം നമ്മൾ പറഞ്ഞ മാതിരി ചിലവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, പക്ഷെ അതിൽ പലതും വളരെ സൂപ്പർഫിഷ്യൽ റിലേഷൻഷിപ്സ് ആണ്. അവർക്കൊരു ട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം പറയാനോ സംസാരിക്കാനോ അവരുടെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യാനോ ഒന്നും ആരുമില്ല. അപ്പോൾ മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് ആണ് അവിടെ ഇല്ലാതിരിക്കുന്നത്. കുറേ ആൾക്കാരുണ്ട്, ലൈക്ക് കുറേ എന്താ പറയുക ഫ്രണ്ട്സ് ഉണ്ട്, പുറത്ത് പോകുന്നുണ്ട്, പാർട്ടി ചെയ്യുന്നുണ്ട്, ഇതൊക്കെ ഓക്കെയാണ്. പക്ഷെ മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് ഇല്ല, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അവർ എക്സസീവ്ലി ലോൺലി ആയിട്ട് തോന്നുന്നു എന്നുള്ള പോലെ വരാം. അപ്പോൾ ലോൺലിനെസ്സിന് ഇതേപോലെ എന്താ അവിടെ ആക്ച്വലി പറ്റുന്നത്, അവരുടെ ഒരു പാറ്റേൺ എന്താണ്, എന്തൊക്കെയാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള പ്രോബ്ലംസ് എന്നുള്ള പോലെ തന്നെ നമ്മൾ നോക്കേണ്ടി വരും. ആൻഡ് അതിൻ്റെ ഒരു തെറപ്പിയിലേക്ക് വരുമ്പോൾ ഡെഫിനറ്റ്ലി ഈ നീഡ് കണ്ടെത്തുമ്പോൾ തന്നെ നമുക്ക് അവിടെ എന്താണ് അവിടെ ലാക്കിങ്, അതിനനുസരിച്ചുള്ള ഗോൾസ് ഡിസൈഡ് ചെയ്യാനും തെറപ്പി. ഇപ്പോൾ ഡിപ്രസീവ് ക്ലയൻസിലാണെങ്കിൽ ഡെഫിനറ്റ്ലി ആ ലോൺലിനെസ്സിൻ്റെ ആസ്പെക്റ്റ് മാത്രം എടുത്തല്ല നമ്മൾ വർക്ക് ചെയ്യുക. അവരുടെ മൂഡ് ബെറ്റർ ആക്കാനും ആ രീതിയിൽ പോകുമ്പോഴാണ് നാച്ചുറലി ഈ സിംറ്റം കൂടി ഓക്കെ ആയിക്കോളും. വേറെ ഒരു സോഷ്യൽ ആങ്സൈറ്റിയിലാണെങ്കിൽ അവരുടെ സോഷ്യൽ സ്കിൽ ട്രെയിനിങ് നമുക്ക് ആവശ്യമുള്ളത് അവിടെ.
ആൻഡ് ഒരു ഗ്രേഡഡ് ആയിട്ടുള്ള ഒരു എക്സ്പോഷർ പോലെ അവർക്ക് മേ ബി ഒന്ന് ഗ്രീറ്റ് ചെയ്യാൻ ആദ്യം അവർക്ക് ഓക്കെ ആക്കണം. അപ്പം ഞങ്ങൾ യൂഷ്വലി ഇപ്പം എന്താ ഒരു ബിഹേവിയറൽ എക്സ്പെരിമെൻറ്റ്സ് പോലെ നമ്മൾ ചെയ്യാറുള്ളത്, ഞാൻ പലപ്പോഴും ഇപ്പോൾ ക്ലിനിക്കിലാണെങ്കിൽ താഴെയുള്ള വാച്ച്മാൻ്റെ അടുത്ത് നമ്മൾ ഒരുമിച്ച് പോയിട്ട് ഒന്ന് സംസാരിക്കാനായിട്ട് നോക്കും. ഓർ എൻ്റെ അടുത്ത് തന്നെ ഡെഫിനറ്റ്ലി ആദ്യത്തെ കുറച്ച് ലെവൽസ് ഉണ്ടാവും അവർ സംസാരിക്കാൻ. ഓർ നമ്മുടെ ഇന്റേൺസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അപ്പോൾ അവർ പ്രിപ്പയർഡ് ആണല്ലോ. അപ്പോൾ ഇന്റേൺസിനോട് ആദ്യം സംസാരിക്കാനും എന്തൊക്കെയാണ് വിശേഷങ്ങൾ അല്ലെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനോ അങ്ങനെയുള്ള അത് അവർക്ക് മേ ബി ലെസ് ആങ്സൈറ്റി പ്രൊവോക്കിംഗ് ആയിരിക്കും, ഒരു കൺട്രോൾഡ് എൻവയോൺമെന്റ് ആയതുകൊണ്ട്. അങ്ങനെയാണ് നമ്മൾ പോവാ. ഈ ലോൺലിനെസ് എക്സ്ക്ലൂസീവ് ആയിട്ട് ലോൺലിനെസ് മാത്രമായിട്ടൊരു പ്രോബ്ലം ആയിട്ട് എക്സിബിറ്റ് ആവുന്നുണ്ടോ, അതോ ഇത് കംസ് വിത്ത് ഗ്രൂപ്പ് ഓഫ് തിങ്സ് ബണ്ടിൽഡ് ആയിട്ട്, അതായത് ഡിപ്രഷൻ ഉണ്ടാവും, ലോൺലിനെസ് ഉണ്ടാവും? അങ്ങനെയാണ് കൂടുതലും, കാരണം അതായിരിക്കും അവരെ ചിലപ്പോൾ ഏറ്റവും ബാധിക്കുന്ന ഒരു കാര്യം. പക്ഷെ പലപ്പോഴും അതിന്റെ കൂടെ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളും കൂടി ഉണ്ടാവും. ഓർ ഇപ്പം എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പിന് ശേഷമായിരിക്കും ചിലപ്പോൾ അങ്ങനെ ലോൺലി ആയിട്ട് തോന്നുന്നത്, ഓർ ഒരു റീലൊക്കേഷൻ കഴിഞ്ഞിട്ടായിരിക്കും അങ്ങനെ ചിലപ്പോൾ തോന്നുന്നുണ്ടാവുക. അപ്പം മോസ്റ്റ്ലി അപ്പോൾ അവരുടെ ആ ഒരു എന്താ പറയുക, ഒരു വളരെ ഗ്രേഡഡ് ആയിട്ട് ആ ഒരു സോഷ്യൽ സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനോ ഇല്ലെങ്കിൽ അവിടെ വരുന്ന നീഡ് എന്താണെന്നുള്ള പോലെയാണ് അതിലേക്ക് ബേസിക്കലി ഒരു മീനിങ് ഫുൾ റിലേഷൻഷിപ്സ് ഫോം ചെയ്യാൻ അവരെ എക്യുപ്പ് ചെയ്യുക എന്നുള്ള പോലെയാണ് വരിക. അതെ. ഈ ലോൺലിനെസ് ഒക്കെ ഒരു സെൽഫ് ഹീലിംഗ് ആയിട്ട് മാറാൻ പറ്റുന്ന കാര്യങ്ങളാണോ? ഡെഫിനറ്റ്ലി അതിനെപ്പറ്റി കൂടുതൽ ഒരു ആൾക്കാർ, കാരണം നമുക്ക് ഇപ്പോൾ എനി കൈൻഡ് ഓഫ് പ്രോബ്ലംസിലും തെറപ്പിയിലേക്ക് വരുമ്പോൾ ഒരു മെന്റൽ ഹെൽത്തിൻ്റെ ആസ്പെക്ട്സിലേക്ക് വരുമ്പോൾ നമുക്ക് നമ്മുടെ തോട്ട്സിനെ പറ്റി, ചിന്തകളെ പറ്റിയും ഇമോഷൻസിനെ പറ്റിയും നമ്മുടെ ബിഹേവിയേഴ്സിനെ പറ്റിയിട്ടുള്ള അവയർനെസ്സിൽ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ തെറപ്പിയിലെ എല്ലാ കോൺസെപ്റ്റ്സിലും അതാണ് നമ്മുടെ ഒരു ബേസിക്സ് എന്ന് പറയുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ചിന്തകളെ പറ്റി നന്നായിട്ട് റിഫ്ലക്റ്റ് ചെയ്യാനും എല്ലാം പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒബ്വിയസ്ലി അവർക്ക് ആ നീഡ് മനസ്സിലാവും, അതിനനുസരിച്ച് നോക്കാനും പറ്റും. നമ്മുടെ നെക്സ്റ്റ്, അതായത് നമ്മൾ ഇതിന്റെ കൂടെ സംസാരിച്ച വേറൊരു കാര്യം ഫിയർ ഓഫ് ഫെയിലിയർ ആണ്, വിച്ച് ഇസ് പ്രോബ്ലി വെരി കോമൺ ഈ സമയങ്ങളിൽ. കമ്പാരിസൺസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുടെ ബേസിൽ ഫിയർ ഓഫ് ഫെയിലിയർ. Can you speak more about fear of failure? ഒരു ഫിയർ ഓഫ് ഫെയിലിയർ എന്ന് പറയുമ്പോൾ എപ്പോഴും ആ ഫിയർ എന്നുള്ളതുകൊണ്ട് തന്നെ അതൊരു റിയൽ ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണോ അതോ ഒരു പെർസീവ്ഡ് ഫീലിംഗ് ആണോ? ഇപ്പോൾ ഒരു മേ ബി എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റിന് ശേഷമാണോ, ഇപ്പോൾ ഒരു ജോബ് ലോസ് ഉണ്ടായി അല്ലെങ്കിൽ ഒരു റിജക്ഷൻ സംഭവിച്ചു, ഒരു ബ്രേക്കപ്പോ അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഒരു പ്രോബ്ലം സംഭവിച്ചു, അതിനുശേഷം അവർക്ക് തോന്നുന്ന കാര്യമാണോ, എന്താ അവിടെ ആക്ച്വലി പറ്റണേ എന്നുള്ളതാണ് നമുക്ക് ആദ്യം നോക്കാനുള്ളത്. ഇവിടെ അതെ അവരുടെ ഒരു റിലേറ്റഡ് തോട്ട്സ് എന്താണ്, ഇപ്പോൾ നോട്ട് ഫീലിംഗ് ഇനഫ് എന്നുള്ള പോലെയാണോ? അപ്പോൾ അതിലത് പല രീതിയിൽ ഉണ്ടാവാറുണ്ട്. ചില ആൾക്കാരിൽ ചിലപ്പോൾ അവർക്ക് അവരുടെ എഫേർട്സ് അക്നോളജ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ തോന്നുന്നതായിരിക്കും. പലപ്പോഴും ഒരു പെർഫെക്ഷൻ ടെൻഡൻസീസ് ഉള്ള ആൾക്കാരിൽ അവർക്ക് എത്ര ചെയ്താലും ഓക്കെ അല്ല, അത് പോരാ, എനിക്ക് ഇനിയും ചെയ്യാണ്ട് എന്നുള്ള പോലെ അവർക്ക് കണ്ടിന്യൂസ്ലി തോന്നിക്കൊണ്ടിരിക്കുക. പക്ഷെ വേറെ ചിലവർക്ക് ഒരു ചെറിയതായിട്ടൊരു ചില റോഡ് ബ്ലോക്സ് വരുന്നതിനെ ആയിരിക്കും അവർ ചിലപ്പോൾ ഫെയിലിയർ ആയിട്ട് കാണുന്നുണ്ടാവുക. കാരണം ഈ സമയങ്ങളിൽ നമ്മൾ വളരെ ഇമോഷണൽ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ തോട്ട് പ്രോസസ്സ് എഫക്റ്റഡ് ആണല്ലോ. ഇതൊന്നും ശരിയാവണില്ല, ഒരു ഓൾ ഓർ നത്തിങ് പോലെയാ, ഒരു ഇൻസിഡന്റ് ആയിരിക്കും ഉണ്ടായിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അവിടെ അവർക്ക് ഒരു എവിഡൻസസ് നോക്കാനായിട്ട് അവരുടെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന എവിഡൻസസ് എന്താ, എഗെയിൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസസ് എന്താ, അത് ഒരു റിയാലിറ്റി ചെക്ക് പോലെയാണ് പലപ്പോഴും നമ്മൾ ചെയ്യാൻ നോക്കുക. ആൻഡ് അവരുടെ ചെയ്യുന്ന എഫേർട്സിനെ കൂട്ടാനായിട്ടും അത് അക്നോളജ് ചെയ്യാനായിട്ടും എന്താ ചെയ്യുക. അല്ല അവിടെ ഒരു റിയൽ ആയിട്ടുള്ള പ്രോബ്ലം ഉണ്ട്, ചിലപ്പോൾ ഇവർ കൂടുതലായിട്ട് അവോയ്ഡ് ചെയ്യും. ലൈക്ക് ഒബ്വിയസ്ലി അവർ ഒരു ഫിയർ ഓഫ് ഫെയിലിയർ സെൻസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ പറ്റി തന്നെ ഹൈലി ക്രിട്ടിക്കലാണ് ആൻഡ് ഒരു ഷെയിം ഫീലിംഗ് ഉണ്ട്. അപ്പൊ ആ പേടി ഉള്ളതുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു അറ്റംപ്റ്റ്സ് എടുക്കുന്നുണ്ടാവില്ല, ചിലപ്പോൾ അവോയ്ഡ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഒരുപാട് പല രീതിയിലുള്ള സേഫ്റ്റി ബിഹേവിയേഴ്സ് ഇവരിൽ കാണും. അപ്പോൾ അവർ ആ അവോയ്ഡ് ചെയ്യുമ്പോൾ എന്താ പറ്റുക, ഈ ഫീലിംഗും കൂടി സ്ട്രെങ്തൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അവര്. കാരണം അങ്ങോട്ട് പോകുമ്പോൾ അവർക്ക് എനിക്ക് അതിൽ പ്രശ്നം വരുമോ എന്നുള്ള ഫീലിംഗ് കാരണം അവർ മുന്നോട്ട് പോവില്ല. അപ്പോൾ ഏറ്റവും ഒരു ചെറിയൊരു സ്റ്റെപ്പ് അവർക്ക് എന്താ എടുക്കാൻ പറ്റുക, അവർക്ക് ആ ഒരു ഫീലിംഗ് ഓഫ് ഒരു അക്കംപ്ലിഷ്മെന്റ്, ഒരു കമ്പറ്റൻസ് അവർക്ക് തോന്നണം. അതിനു വേണ്ടി എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ള പോലെ ആയിരിക്കും നമ്മളുടെ ഫോക്കസ് ട്രീറ്റ്മെന്റിലേക്ക് വരുമ്പോൾ. ഈ ഫിയർ ഓഫ് ഫെയിലിയർ അങ്ങനെയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ എപ്പോഴും
അവരെ അവിടുന്ന് റിട്രീറ്റ് ചെയ്യുന്നത് ഈ ഫിയർ ഓഫ് ഫെയിലിയർ ആണെങ്കിൽ അപ്പൊ അതിങ്ങനെ ഒരു ലൂപ്പ് പോലെയാ, അവരെ അവോയ്ഡ് ചെയ്യണു, അപ്പൊ അതിനനുസരിച്ച് ഫിയർ കൂടുന്നു, അപ്പൊ അതൊരു ബിലീഫിലേക്ക് മാറും. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ ഇനഫ് അല്ല എന്നുള്ളൊരു ബിലീഫിലേക്കാണ് പിന്നെ പോവാ. അപ്പൊ അത് ഏത് ലെവലിലാണ്, എത്ര നാളായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ച് ഡെഫിനറ്റ്ലി അതിന്റെ ഇന്റൻസിറ്റി കൂടുതലാണ്.